തൻ്റെ കൺമുമ്പിൽ തകർന്നു വീഴുമ്പോഴും ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന IBN പോരാളിയുടെ കഥ കാലം എന്നും വേദനയോടെ ഓർത്തുവയ്ക്കും. ഏതൊരു ശക്തനായ പോരാളിയും പരാജയപ്പെടുവാൻ കാരണമാകുന്നത് അവൻ വിശ്വസിക്കപ്പെട്ടവരെ കൊണ്ട് തന്നെയായിരുന്നു. ചതിയുടെ ഘട്ടം ഘട്ടമായ തീരുമാനങ്ങൾ തനിക്കുമേൽ വന്ന് പതിക്കുമ്പോഴും ഡഗ്ഔട്ടിൽ നേറിയ മനസ്സോടെ ഇരിക്കുമ്പോഴും അയാൾക്ക് ആ കിരീടം എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന് തന്നെയായിരുന്നു മനസ്സിലാഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ തനിക്കെതിരെ എടുത്ത ഓരോ തീരുമാനങ്ങൾക്ക് മുന്നിലും അയാൾ ഒരിക്കലും ശബ്ദിച്ചിരുന്നില്ല. ഒടുവിൽ തലതാഴ്ത്തി മടങ്ങേണ്ടി വന്നപ്പോൾ ആ മനുഷ്യൻ അന്നേരം നേരിട്ട മാനസികാവസ്ഥ അനുഭവിച്ചറിഞ്ഞവരായിരുന്നു ഈ ലോകത്തിലെ ഓരോ ഫുട്ബോൾ ആരാധകരും. കാരണം ഇനിയൊരു വേൾഡ് കപ്പ് വേദി അയാൾക്ക് സാധ്യമാകുമോ എന്ന വലിയൊരു ചോദ്യം അവർക്കെല്ലാം മുന്നിൽ നിന്നിരുന്നു. തോറ്റുപോയി എന്ന കരുതിയ നിമിഷങ്ങളിൽ നിന്നും തിരിച്ചുവരവ് കൊണ്ട് ഈ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ കാലുകൾക്ക് ഇനിയും ശക്തി ഉണ്ടാകുമോ? മദീനയിൽ പിറവികൊണ്ട് പട്ടിണിയോടും ദാരിദ്ര്യത്തെയും പരാജയപ്പെടുത്തി കാൽപന്ത് കൊണ്ട് ഈ ഫുട്ബോൾ ലോകത്തെ കീഴടക്കിയ രാജാവിൻ്റെ കഥ ഏറെ കേട്ടറിഞ്ഞതാണ്. നിലയ്ക്കാൻ പോകുന്ന ഹൃദയത്തോടും തനിക്ക് നേരെ വന്ന വിമർശനത്തോടും പരിഹാസനത്തോടും വെല്ലുവിളികളോടും പോരാടി സ്പോർട്ടിംഗ് സിപ്പിയിലൂടെ മാഞ്ചസ്റ്ററിലേക്ക്, പിന്നീട് റയൽ മാഡ്രിഡിലേക്ക്, യുവൻഡസിലേക്ക്, ഒടുക്കം അൽ-നാസറിലേക്കും. ഇവിടെയെല്ലാം അയാൾ നടത്തിയ ഇതിഹാസ കഥകൾ അയാളെ ഒരു അമാനുഷികനാക്കി മാറ്റുന്നു. തൻ്റെ കുട്ടിക്കാലത്ത് മെലിഞ്ഞ ശരീരത്തെ പരിഹസിച്ച സഹതാരങ്ങൾക്കും വിമർശകർക്കും മുന്നിൽ പിന്നീട് മസിലൻ കാലുകളും സിക്സ് പാക്കുകളും കൊണ്ട് മറുപടി പറഞ്ഞവനാണല്ലോ. വേഗത കൊണ്ട് മൈതാനത്തെ തൻ്റേത് മാത്രമാക്കി മാറ്റിയിറണോ, മുൻവിധികളെ കാറ്റിൽ പറത്തിയിറണോ, കമൻട്രികളെ മാറ്റി എഴുതിയിറണോ, റെക്കോർഡുകളെ തനിക്ക് പുറകെ സഞ്ചരിപ്പിച്ചിറണോ. അങ്ങനെ ഇന്ന് കാണുന്ന റൊണാൾഡോ എന്ന ഇതിഹാസ ജന്മത്തിലേക്ക്. വയസ്സ് മനസ്സിനെയും ശരീരത്തെയും പരാജയപ്പെടുത്തുന്ന സമയം. ഇന്നയാൾക്ക് 38 വയസ്സ്. ഇനി മറ്റൊരു വേൾഡ് കപ്പ് വേദി അയാൾക്ക് സാധ്യമാകുമോ? 2026 അലങ്കരിക്കുവാൻ പോർച്ചുഗലിൻ്റെ കുപ്പായത്തിൽ അയാൾ ഉണ്ടാകുമോ? യൂറോ കപ്പിന് ശേഷം തൻ്റെ വിരമിക്കലെന്ന് അയാൾ പലപ്പോഴും പറയാതെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് പോസിബിലിറ്റി? മാക്സിമം ഏജ് ലിമിറ്റ് എന്നൊരു സംഖ്യ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ 45 വയസ്സിന് മുകളിൽ ഫിഫ വേൾഡ് കപ്പിൽ പന്ത് തട്ടിയ ഈജിപ്തിയൻ താരം എൽ ഹാഡൽ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ വയസ്സെന്നത് ഒരു കാരണവും തടസ്സവുമാവുന്നില്ല. ഫിസിക്കൽ കപ്പാസിറ്റിയും മെൻ്റൽ സ്ട്രെങ്ത്തുമൊക്കെ ഓക്കെ ആയ ഏതൊരു പ്ലെയർക്കും വേൾഡ് കപ്പിൽ പന്ത് തട്ടാം. അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ അത്തരം കാര്യങ്ങൾ റൊണാൾഡോയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചോറ് കൊണ്ട് എഴുതിയ കഥയാണിത്. മഷി കൊണ്ട് മുന്നോട്ട് എഴുതാനാവില്ല. 38-ാം വയസ്സിലും അത്ഭുതപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതുമായ ശരീരവും ഫിസിക്കൽ കപ്പാസിറ്റിയുമാണ് റൊണാൾഡോയ്ക്കുള്ളത്. വെറും 10% മാത്രമാണ് ബോഡിയിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ളത്. തൻ്റെ നേട്ടങ്ങളിൽ വിലമതിക്കാവുന്നതിനും അപ്പുറം പുരസ്കാരങ്ങളും തിരിച്ചുവരവുള്ള നിമിഷങ്ങളും ഏറെ സമ്മാനിച്ചതും സമ്പാദിച്ചതും 30 വയസ്സിന് മുകളിൽ തന്നെയാണെന്ന് റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നു. വേഗത കൊണ്ട് എതിരാളികളെ കീഴ്പ്പെടുത്തിയിരുന്ന ആ കാലുകളിൽ ഇന്നും കെട്ടടങ്ങാത്ത വേഗം കുടികൊള്ളുന്നുണ്ട്. സൗദി പ്രോ ലീഗിൽ യുവതാരങ്ങളെപ്പോലും ഇന്നും ഓടിത്തോൽപ്പിക്കുന്ന നിമിഷങ്ങൾ അതിനുദാഹരണമാണ്. ഇന്നും ഒരാൾക്ക് മുകളിൽ ചാടിയൂർന്നുകൊണ്ട് ഹെഡറുകൾ തീർക്കാൻ സാധിക്കുന്നു. വാരകളകൽ നിന്നും ഗോളുകൾ നേടുന്നു. ഇടങ്കാലിലും വലങ്കാലിലും നിലയ്ക്കാത്ത നരാജരകൾ ബാധിക്കാത്ത സ്ഫോടക ശേഷി, 90 മിനിറ്റുകളും കളത്തിൽ തുടരാനുള്ള ഫിസിക്കൽ കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെയാണ് അയാളെ ഒരിക്കലും ഒരു മനുഷ്യനായി പരിഗണിക്കാത്തത്. അയാളുടെ കഴിഞ്ഞുകാല ചെയ്തികളിലൂടെ ഏലിയനായോ മെഷീനായോ ടെർമിനേറ്ററായോ ഈ ലോകം അയാളെ സങ്കല്പിക്കുന്നു, വിശേഷിപ്പിക്കുന്നു. 2026 റൊണാൾഡോ വരുമ്പോൾ അന്ന് അയാൾക്ക് 41 വയസ്സ്. അയാൾക്കന്നും അങ്ങനെ തുടരുവാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ വേൾഡ് കപ്പിൽ പോർച്ചുഗലിനായി അയാൾ ആ ചുവന്ന കുപ്പായം ഒരിക്കൽ കൂടി അണിയും.
മനസ്സുകൊണ്ട് അയാളും അത് ആഗ്രഹിക്കുന്നുണ്ടാകും. അയാളുടെ ഹാർഡ് വർക്കും ജീവിതശൈലിയും പരിശീലനവും അതിന് സഹായിക്കുമെന്ന് ഉറപ്പു തന്നെയാണ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം പോർച്ചുഗൽ എന്ന ടീമും രാജ്യവും കൂടെ നിൽക്കേണ്ടതുണ്ട്. പുതിയ യുവതാരങ്ങൾക്കുമൊപ്പം മാച്ച് ചെയ്യാൻ റൊണാൾഡോയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ തീരുമാനങ്ങളിൽ തിരുത്തലുകളുണ്ടാകും. ഖത്തർ വേൾഡ് കപ്പിൽ അയാൾക്കെതിരെ കാണിച്ച അനീതിക്ക് പ്രായശ്ചിത്തം ചെയ്യുവാൻ പോർച്ചുഗൽ ടീം തയ്യാറാകണം. കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്ന ഖത്തർ വേൾഡ് കപ്പിൽ നിഷേധിക്കപ്പെട്ട തൻ്റെ അവസരം ഒരുപക്ഷെ തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് 41-ാം വയസ്സിലും അയാൾക്ക് തെളിയിക്കാനാകും. ഈ ഫുട്ബോൾ ലോകത്ത് ആരാധകർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഫിഗർ റൊണാൾഡോയുടെയാണെന്ന് ഗൂഗിൾ വരെ തെളിവ് നൽകുമ്പോൾ ആ ഒരൊറ്റ നിമിഷത്തിനായി എൻ്റെ വേൾഡ് വരെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടി വരും. നിങ്ങൾ ഓരോരുത്തരും സ്വപ്നം കാണുകയും പോർച്ചുഗൽ ജനത ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ മറ്റൊരു വേൾഡ് കപ്പ് വേദിയിൽ അയാൾ അവതരിച്ചിരിക്കും. ഇനി അയാൾ സൃഷ്ടിക്കാൻ പോകുന്ന നിമിഷങ്ങൾ അയാളുടെ കരിയറിലെ വിധിയെഴുതും. റൊണോയെക്കുറിച്ച് അഭിപ്രായങ്ങളും അയാളുടെ ആറ്റിറ്റ്യൂഡിനെയും ഇഷ്ടപ്പെടാത്തവർ ഇന്നുമുണ്ട്. എന്നാൽ അയാളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ട മറ്റൊന്നുണ്ട്. എത്ര നേടിയാലും അയാളതിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവാറില്ല. കൂടുതൽ നേടണമെന്ന വാശിയാണ് അവിടെ ഉടലെടുക്കാറ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അതിനായി അയാൾ സ്വയം തയ്യാറെടുക്കുകയാണ്. യെസ്, ഹിസ് നോട്ട് എ ഹ്യൂമൻ, ഹിസ് എ മെഷീൻ. I think I am a machine. 100% for this club. I'm ready for this challenge. പോർച്ചുഗൽ കുപ്പായത്തിലും മാഞ്ചസ്റ്ററിലും റയൽ മാഡ്രിഡിലും യുവന്റസിലും മൽനാസറിലും നേടിയതും നേടിയെടുക്കുന്നതുമായ നിമിഷങ്ങൾ രാജകീയമായതിനാൽ അവനെ ഞങ്ങൾ രാജാവെന്ന് വിളിക്കുന്നു. ദൈവത്തിനേറെ പ്രിയപ്പെട്ട 2 ഫുട്ബോൾ ഇതിഹാസങ്ങൾ പിറവിയെടുത്തിയ കാലഘട്ടത്തിൽ ഒരാൾക്ക് മാത്രം കാൽപന്ത് ദൈവം നിരാശ നൽകി മടക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. 42-ാം വയസ്സിലും ചരിത്രം തിരുത്തി അയാൾ ഉയർത്തി നിൽക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ നാളിനായി കാത്തിരിക്കുന്നു. But why they retired? I think it's not my time already, and it's not when the people want. It's when I want. It's when I will feel that I'm not capable, to run, to dribbling, to shooting. The power is gone.